ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വൈകുന്നേരം ദിവ്യബലി അർപ്പണം കഴിഞ്ഞ് സാക്രിസ്റ്റിയിൽ സങ്കീർത്തിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു ചേച്ചി, ഒരു സ്ത്രീ അടുത്ത് വന്നു. അച്ഛാ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം കയ്യിലെ ഒരു ചെറിയ പൊതി കാണിച്ചിട്ട് ഇതൊന്ന് വെഞ്ചരിച്ചും തന്നോന്നും പറഞ്ഞു. ഉടനെ സ്റ്റോൾ എടുത്തിട്ടു, ഹാനാൻ വെള്ളം എടുത്തു. പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഈ ചേച്ചി പറഞ്ഞൊരു കാര്യം ഓർത്തു. കാരണം അതാണ് നിയോഗം ഈ ചേച്ചിയുടെ. അച്ഛാ, എനിക്ക് മൈഗ്രെയിൻ്റെ അസ്വസ്ഥതയുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ വല്ലാത്ത മൈഗ്രെയിൻ ആയിരുന്നു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ജോലി കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങി വന്ന വഴിയാണ്. അച്ഛൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം, ഈ തലവേദന ഒന്ന്, ഈ മൈഗ്രെയിൻ ഒന്ന് മാറാൻ വേണ്ടി. തുടർന്ന് ഞാൻ ആ ചേച്ചിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നെറ്റിയിൽ കുരിശ് വരച്ചു, ആനം വെള്ളം തളിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ആ ചേച്ചിയുടെ കയ്യിലെ പൊതി ആശീർവദിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ആ ചേച്ചി ആ പൊതി ഒന്ന് തുറന്നു. ഞാൻ ആദ്യം വിചാരിച്ചത്, ആ ചേച്ചി പറഞ്ഞ വിവരങ്ങളൊക്കെ അനുസരിച്ച് ഞാൻ വിചാരിച്ചത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി വരുന്നത് കൊണ്ട് ഒരു പക്ഷേ കിട്ടിയ മരുന്നായിരിക്കും. ചില വിശ്വാസികൾ മരുന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് നൽകിയ മരുന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആയിരിക്കുന്നു. ഈ ചേച്ചി പൊതി തുറന്നു. അതൊരു ചെറിയ കുരിശുരൂപമായിരുന്നു. ചേച്ചി അന്ന് വാങ്ങിച്ച ഒരു കുരിശുരൂപമാണ്. തുടർന്ന് ഞാൻ അത് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കുരിശുരൂപം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആ ചേച്ചിയെ സമാപന ആശീർവാദം കൊടുത്തു. അതുകൊണ്ട് ഞാൻ ആ ചേച്ചിയോട് ഒരു സംശയം ചോദിച്ചു. ചേച്ചി, ഞാൻ ആദ്യം വിചാരിച്ചത് മരുന്നായിരിക്കും എന്നാണ്. പക്ഷേ പൊതി തുറന്നപ്പോഴേക്കും അതൊരു കുരിശുരൂപമായിരുന്നു. ഞാനിത് ചോദിച്ച് അവസാനിപ്പിക്കുന്ന സമയം ഈ ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, ഇതെൻ്റെ മരുന്ന് തന്നെയാണ്. അച്ഛാ, ഇതെൻ്റെ മരുന്ന് തന്നെയാണ്. തുടർന്ന് ആ ചേച്ചി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിക്കുന്നെങ്കിലും വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഈ മരുന്ന് കൂടെ എൻ്റെ കൂടെ കരുതും. അതായത് കിടക്കുന്ന സമയം ഇന്ന് ആശീർവദിച്ച ആ കുരിശു രൂപം തലയിണയുടെ അടിയിൽ വെച്ച് കിടക്കും. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ഈ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്താൽ എൻ്റെ ഈ ഒരു മൈഗ്രെയിൻ അത് മാറ്റി തരണമേ, അതിന് വലിയൊരു ശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ആയതുകൊണ്ട് അച്ഛൻ കരുതിയതിലൊരു തെറ്റുമില്ല. ഇത് എൻ്റെ മരുന്ന് തന്നെയാണ്. പ്രിയമുള്ളവർ, അന്ന് അവിടെ ആ ചേച്ചിയിൽ കാണാൻ പറ്റിയത് വലിയൊരു വിശ്വാസമാണ്. വലിയ വിശ്വാസത്തിലൂടെ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ അന്ന് ആ ചേച്ചിയിൽ, ആ സ്ത്രീയിൽ കാണാൻ പറ്റി. ഇന്ന് സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇന്ന് ഈ 20-ാം ആണ്ടുവട്ട ഞായറിൻ്റെ സുവിശേഷമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ ശീർഷകം ഇങ്ങനെയാണ്: കാനാൻകാരിയുടെ വിശ്വാസം. ഒരു കാനാൻകാരി ഈശോ യാത്രയിലായിരിക്കുന്ന ഈശോയുടെ അടുക്കൽ വന്ന് അപേക്ഷിക്കണാണ്. അവളുടെ അപേക്ഷ എന്താണ്? കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന ഈശോ ഇതൊന്നും കേൾക്കാത്ത വിധം നടക്കുകയാണ്. ഇവള് വീണ്ടും പുറകെ ചെന്ന് ഈശോയോട് ഈ ഒരു അപേക്ഷ നടത്തുകയാണ്. ഉടനെ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നു, അവള് കുറേ നേരമായിട്ട് നിൻ്റെ പുറകെ വരുന്നു, അവളെ പറഞ്ഞയച്ചാലും. ഇതാണ് ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യം. ഉടനെ അവൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അവളോട് പറയുന്ന മറുപടിയല്ല ഈശോ, മറിച്ച് അവളെ പറഞ്ഞയച്ചാലും എന്ന് പറഞ്ഞ ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്ന മറുപടിയാണ്. എന്നാൽ ഈശോയുടെ ഈ മറുപടി കേട്ടിട്ട് അവൾ വീണ്ടും ഈശോയോട് അപേക്ഷിക്കുകയാണ്. അവൾ വീണ്ടും പറയുന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇങ്ങനെയുള്ളൊരു അപേക്ഷ ഈശോയുടെ അടുത്ത് രണ്ടാമത് ഇവൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈശോ അവളോട് മറുപടി പറയുന്നത്. ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: മക്കളുടെ അപ്പമെടുത്ത നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഈശോയുടെ അടുത്തുനിന്ന് ഒരു അനുഗ്രഹം യാചിച്ചു വന്ന അവൾക്ക് അത്ര പ്രീതികരമായിട്ടുള്ളൊരു ഉത്തരമല്ല അവിടെ കിട്ടുന്നത്. ഈശോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ആ സ്ത്രീയുടെ അപേക്ഷയെ, നിയോഗത്തെ ഒരു നായയോട് ഉപമിക്കുന്നൊരു രീതിയാണ്. ആദ്യം എൻ്റെ മക്കൾ ഭക്ഷിച്ച് തൃപ്തരാവട്ടെ, അവർ അനുഗ്രഹങ്ങൾ കിട്ടി നന്മയുള്ളവരായിട്ട് മാറട്ടെ, അതിന് ശേഷമല്ലേ നിൻ്റെ കാര്യം. ഈശോയുടെ ഈ ഒരു പ്രതികൂലമായിട്ടുള്ള മനസ്സിനെ അല്ലെങ്കിൽ ധൈര്യത്തെ തളർത്തിക്കളയുന്ന ഈ ഒരു മറുപടിയിൽ അവൾ തളർന്നു പോകുന്നില്ല. ഈശോ എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുവോ അവിടെ അവൾ കൂട്ടിച്ചേർക്കുകയാണ് ഈശോയുടെ ആ വചനത്തോടെ. എന്താ അവൾ പറയുന്നത്? അവൾ ഇങ്ങനെ പറഞ്ഞു, അതേ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ
ഭക്ഷിച്ച് തൃപ്തരാകുന്നുണ്ടല്ലോ. ഉടനെ യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം അവളുടെ മകൾ സൗഖ്യമുള്ളവളായെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് വചനം അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോ അരുളി ചെയ്തു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. വലിയ വിശ്വാസത്താൽ വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്ത്രീയെയും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുകയാണ്. ഈശോ ഇന്ന് നമ്മളോട് ഈ സുവിശേഷം വഴി ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. ആ ഒരു കുരിശുരൂപവുമായി അടുക്കൽ വന്ന സ്ത്രീയെയും ഇന്ന് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കാനാൻകാരിയായ ഈ സ്ത്രീയെയും മാതൃകയാക്കിക്കൊണ്ട് ഈശോ ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം വലുതാണ്. നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി നിങ്ങൾ മാറും. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാവുമ്പോൾ, പ്ലീസിങ് അല്ലാത്തൊരു മറുപടി നമുക്ക് കിട്ടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റു പല അസ്വസ്ഥതകളുടെ സാഹചര്യം, രോഗമാകാം, മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ്റെ സമയമാകാം, ഒരു തോൽവിയുടെ സമയമാകാം, അതുമല്ലെങ്കിൽ ഒരു വലിയ നിരാശയുടെ സമയമാകാം. ഈ അവസരങ്ങളിലൊക്കെ ദൈവത്തെ തള്ളിപ്പറയുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? നമ്മളുടെ കൂടെയുള്ളവരാണ് ഈ പരാജയങ്ങൾക്ക്, ഈ നിരാശകൾക്ക്, ഈ പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും തള്ളിപ്പറയുന്നവരായി, ശപിക്കുന്നവരായി, അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവരായി, അസ്വസ്ഥത കാണിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മളുടെ വിശ്വാസം വലുതല്ല. വലിയ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, എപ്പോൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വലിയ വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറും. തൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവൻ നൽകിയ ആ വിധവയുടെ കാണിക്ക, അതുമല്ലെങ്കിൽ കർത്താവെ, അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന് അരുൾ ചെയ്ത ആ ശതാധിപൻ്റെ വാക്കുകൾ, ഇവയൊക്കെ വലിയ വിശ്വാസത്തിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു. വലിയ വിശ്വാസം അവർ പ്രകടമാക്കിയത് കൊണ്ട് തന്നെ വലിയ അനുഗ്രഹങ്ങൾക്ക് അവർ പാത്രമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 20-ാം ആണ്ടുവട്ട ഞായർ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ഒരു 20-ാം ആണ്ടുവട്ട ഞായറിൻ്റെ ആത്മീയതയിൽ നമ്മളായിരിക്കും. നമുക്കൊന്ന് ചോദിക്കാം, എൻ്റെ വിശ്വാസം വലുതാണോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരവസ്ഥയിൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തോടും കൂടെയുള്ളവരോടും വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. പിതാവായ അബ്രാഹാം ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. യാത്രയുടെ ഉദ്ദേശം ഇതാണ്. ദൈവം ഒരു അരുളപ്പാട് പോലെ പറഞ്ഞു, നിന്റെ ഏകപുത്രനെ എനിക്ക് ബലി കഴിക്കണം. അബ്രാഹാം മറുപടി ഒന്നും മറുത്തു പറയുന്നില്ല, മറിച്ച് പിന്നീട് ഒരു ഒരുക്കം നടത്തണി. ദൈവത്തിൻ്റെ ഈ അരുളപ്പാടിലൂടെ അബ്രഹാം ഒരു ഒരുക്കമുള്ളവനായിട്ട് മാറണം. അബ്രഹാത്തിൻ്റെ ഒരുക്കം നമുക്ക് 3-ാം തിരുവചനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വായിക്കാൻ പറ്റും. അവൻ്റെ ഒരുക്കം ഇങ്ങനെയാണ്. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കു വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇതാണ് വചനം പറയുന്ന അബ്രഹാത്തിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. അങ്ങനെ അവർ യാത്ര തുടർന്നു. താൻ ചെന്ന് തൻ്റെ മകനെ ബലി കഴിക്കേണ്ട മല വിദൂരത്തായിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. കണ്ണിൽ പെടുമ്പോഴേക്കും ആ മലയോടടുത്ത് നടന്നെടുക്കുകയാണ്. മലയുടെ അടിവാരത്തിൽ ചെന്ന് നിന്നിട്ട് ഈ കഴുതയെ ഭൃത്യന്മാരെ ഏൽപ്പിക്കുക. അതിനുവേണ്ടി ഭൃത്യന്മാരെ കൊണ്ടുവന്നേ. കഴുതയെ ഭൃത്യന്മാരെ ഏൽപ്പിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറയുകയാണ്. പിന്നീട് ഈ കഴുതയുടെ പുറത്ത് കരുതിയിരുന്ന വിറക് അത് മകനെ ഏൽപ്പിക്കുകയാണ്. മകനെ ഏൽപ്പിച്ചിട്ട് അബ്രഹാം കരങ്ങളിൽ 2 കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട്. ആ 2 കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാം ദഹനബലിക്കുള്ള വിറകൊടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം കത്തിയും തീയും അവൻ തന്നെ എടുത്തു. എന്നിട്ട് അവരൊരുമിച്ച് മുന്നോട്ട് നടന്നു. പിന്നീട് നമുക്കറിയാവുന്ന കാര്യമാണ്, അബ്രഹാം മലയുടെ മുകളിലായിരിക്കുമ്പോൾ ഈ ഒരു വിറക് കൊണ്ട് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ മകനെയും കിടത്തി മകനെ ബലി കഴിക്കാൻ വേണ്ടി വാളോങ്ങുന്ന സമയം ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മലയുടെ അടിവാരത്തു നിന്ന് മുകളിലേക്ക് ഈ ബലിക്ക് വേണ്ടി കയറുന്ന സമയം ഇസഹാക്ക് അപ്പനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇസഹാക്ക് അപ്പനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. പിതാവേ, അതായത് അവൻ്റെ അപ്പനോട് അവൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അവൻ മറുപടി പറഞ്ഞു, ഇസഹാക്ക് ചോദിച്ചു, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? പ്രിയമുള്ളവരെ, ഇതിന് അബ്രഹാം കൊടുക്കുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. അബ്രഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ
ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുൻപോട്ട് പോയി. അങ്ങനെ മുകളിൽ ചെന്ന് ഈ വിറകിൻ്റെ മുകളിൽ മകനെ വെച്ച് കൊല്ലാൻ വേണ്ടി, ദഹനബലിക്ക് വേണ്ടി വാളോങ്ങുന്ന സമയമാണ് ദൈവം അവനെ വിളിക്കുന്നത്, അരുത്. പിന്നീട് നമ്മൾ വായിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്. നമ്മൾ 13-ാം വചനത്തിൽ വായിക്കുന്നു, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. മകൻ അവനോടൊരു ചോദ്യം ചോദിച്ചു, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? ഉടനെ അപ്പൻ ഒരുപാട് ചിന്തിച്ചിട്ടല്ല മറുപടി പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു നന്മയിൽ നിന്ന് വന്നൊരു മറുപടിയാണ്. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അവൻ തല പൊക്കി നോക്കിയപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അത് ദൈവത്തിന് വേണ്ടി മകനു പകരം ബലിയർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയൊരു വിശ്വാസമായിരുന്നു അബ്രഹാത്തിൻ്റെ മറുപടിയിൽ നമ്മൾ കണ്ടത്. സുവിശേഷത്തിൽ ആ സ്ത്രീയുടെ മറുപടി എന്തായിരുന്നു? വലിയൊരു വിശ്വാസമായിരുന്നു. അതേ കർത്താവേ, നായ്ക്കളും യജന്മാന്മാരുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് മറുപടി പറയുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വിശ്വാസം വലുതായിരിക്കണം. വലിയ വിശ്വാസമുള്ളപ്പോഴൊക്കെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ആയതുകൊണ്ട് ഇന്ന് ഈ 20-ാം ആണ്ടുവട്ട ഞായറിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് നിരാശയിൽ ആണ്ടുപോകുന്ന ഒരു ജീവിതമായിട്ട് ഞാൻ മാറാതെ സ്വയം വലിയ വിശ്വാസം കാത്തു സൂക്ഷിച്ച് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുവാൻ എന്നെ സഹായിക്കണമേ. അതിനുവേണ്ടി എൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളോടും വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ദൈവികമായിട്ടുള്ള ഒരു മറുപടി, ഒരു പ്രതികരണം കാത്തു സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. വലിയ വിശ്വാസമുള്ളവരൊക്കെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.